എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനൊരു വീഡിയോ ആയിട്ടൊന്ന് വരുവാണ്. കാര്യം ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നു. എൻ്റെ ഒരു വളം കാണിച്ചിട്ട്, ഞാൻ ചെയ്യുന്ന വളം, എൻ്റെ വളമല്ല, ഞാൻ ചെയ്യുന്ന വളം കാണിച്ചിട്ട് ഒരു ഷോട്ട് ഇട്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നേക്കണു, വലിപ്പം കണ്ടാലേ അറിയാം എന്നുള്ളൊരു രീതിയിലൊരു കളിയാക്കുന്ന രീതി ഒരു കമൻറ്റ് വന്നു. അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്ന അടുക്കളത്തോട്ടത്തിൻ്റെ തക്കാളിയുടെയൊക്കെ വലിപ്പം കേട്ടോ. ഒത്തിരി വലിപ്പം ഉണ്ടായില്ലെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഒത്തിരി വലിപ്പമാണ് കണ്ടോ. നന്നായിട്ടുണ്ടായിട്ടുമുണ്ട്. ഇത്തലൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ. ഇടയ്ക്കൊക്കെ നിറച്ച് ചെറിയ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നു കണ്ടോ. ഇത്ര ഉണ്ടായി പോരെ ഒരു അടുക്കളത്തോട്ടത്തിൽ. അന്ന് എനിക്ക് മൊത്തം കാണിക്കാൻ പറ്റിയില്ല, ചെറിയ ഷോട്ടല്ലേ, ഷോട്ടിൽ നമ്മൾ എന്തോരോ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനന്ന് കുറച്ച് കാണിച്ചിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്ത് അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് അപ്പോൾ എൻ്റെ പച്ചക്കറി മുഴുവൻ കാണിക്കാം. ആ വളവും ഞാൻ കാണിച്ചു തരാം. ഇത് കാണാത്തവർ കാണുമല്ലോ, ഞാനിട്ട വളം ഷോർട്ടായിട്ടേക്കുന്നേ. അത് ഏതാണെന്ന് അറിയാത്തവരുണ്ടാവുമല്ലോ. അതെന്ത് വളമാണെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് പോരെ, ഇത്രയും പച്ചക്കറി. ഇത് മാത്രമല്ല കേട്ടോ, ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാൻ അന്ന് കാണിച്ചത് ഈ നിൽക്കുന്ന പച്ചക്കറിയൊക്കെ തന്നെയായിരുന്നു ഞാൻ കാണിച്ചത്. ഇതുണ്ടോ ഡബിൾ ബീൻസും ഇതുണ്ടോ, ഇത് ഡബിൾ ബീൻസാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ബീൻസ് വേറും എല്ലാം ഞാൻ ആ വളം കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നുമില്ല. നോക്കി ചുവട്ടി ഞാൻ മണ്ണ് കൂട്ടി കൊടുക്കുമെന്ന് മാത്രം. പിന്നെ ഒഴിക്കണം ആ വളം മാത്രമാണ് കേട്ടോ. ആ വളം എന്നാന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആ വളം, വേറൊന്നുമില്ല. കഞ്ഞിവെള്ളവും വേസ്റ്റും, നമ്മൾ പച്ചക്കറി അരിയുന്ന വേസ്റ്റില്ലേ, ആ അരിയുന്ന വേസ്റ്റും കഞ്ഞിവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഒഴിക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 3-4 ദിവസമായി. അപ്പോൾ വീണ്ടും നിറഞ്ഞതാണ്. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത്. ഞാൻ ഇളക്കി കാണിച്ചു തരാം. നമുക്കൊരു കമ്പ് കൊണ്ടൊന്ന് ഇളക്കാം. കണ്ടോ, ഇതുപോലെ വരും ഈ വേസ്റ്റ്. വെജിറ്റബിൾസിൻ്റെ അരിയുന്ന ഇതെല്ലാം, അതുപോലെ തന്നെ കഞ്ഞിവെള്ളം നിറയുമ്പോൾ ഞാനിതുപോലെ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത്, പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒഴിച്ചപ്പോഴാണ് ഒരു കമൻറ്റ് വന്നേക്കുന്നത്, അതിൻ്റെ വലിപ്പം, ചെടിയുടെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാമെന്നുള്ളൊരു കളിയാക്കുന്ന രീതിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ മൊത്തം നിങ്ങളെ കാണിച്ചു തരാം, എൻ്റെ ചെടിയും പച്ചക്കറിയും എല്ലാം ഒന്ന് കാണിച്ചു തരാം എന്നോർത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ വളം എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ കപ്പിന് 2 കപ്പ് വളമാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഈ കപ്പിന് 4 കപ്പ് വെള്ളം നമ്മൾ അളന്ന് വെച്ചേക്കുക. ഇത് കണ്ടോ, ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഒരുമാതിരി അലിഞ്ഞതായിട്ടുണ്ട്. 5 ദിവസത്തെ പച്ചക്കറി അരിയുന്ന വേസ്റ്റും കൂടി ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. കണ്ടോ, ഈ വളമാണ് നമ്മളിങ്ങനെ എടുത്തിട്ട് ചെടിയുടെ ചുവട്ടിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒത്തിരി നാളായി ഞാൻ ഒഴിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വളമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ച് അന്ന് ഷോട്ട് ഇട്ടത്. മാത്രം ഞാൻ വേറൊരു വളം ഇടാറില്ല, അതുകൊണ്ട് മാത്രം വലുതാക്കി വെക്കുന്ന ചെടിയൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ബന്ദിയാണ് കണ്ടോ, കറ്റാർവാഴയുണ്ട്. അന്ന് എനിക്കെല്ലാം കാണിക്കാൻ പറ്റില്ല, കാര്യം ചെറിയൊരു ഷോട്ടല്ലേ. അപ്പോൾ തൽക്കാലം ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ വളം ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഒരു ചെറിയ കളിയാക്കില്ല. അപ്പം എൻ്റെ ഉത്തരവാദിത്തമല്ല, ഞാൻ വെച്ച വളത്തിന്, ഞാൻ വളം കൊണ്ടുണ്ടാക്കിയ ചെടിയോ പച്ചക്കറിയോ ഒന്ന് ഫുള്ള് നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ പിടിക്കാമെന്ന് വെച്ചത്. ഇത് കണ്ടോ, വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല, ആ വളം മാത്രം ഒഴിച്ചിട്ടാണ് ഈ റോസ, ഇവിടെ ഇങ്ങനെ റോസയാണ് വെച്ചേക്കുന്നത്. ഉണ്ടോ, ഇതൊക്കെ ആ വളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുണ്ട്, കൊലയായിട്ടാണ് പൂവുണ്ടാകുന്നത്. കണ്ടോ, ഒരു കൊല പൂവാണ് ഉണ്ടായേക്കുന്നത്. കണ്ടോ, ഇതെല്ലാം ആ വളം ഒഴിച്ചിട്ട് മാത്രമാണ് കേട്ടോ. ഇത് റോസ, അതുപോലെ ഈ ചെടികളെല്ലാം ആഴ്ചയിൽ ഒരു 1-2 ദിവസമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പൂപ്പലുണ്ടാവും എന്നൊക്കെ പറയുന്നു, പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം വന്നിട്ടില്ല. ഇടയ്ക്കെങ്ങാനും ഞാൻ ഇച്ചിരി ചാരം കൊണ്ട് ചോട്ടിയിട്ട് കൊടുക്കും. വേറെ ഒരു വളവോ ഒന്നും അധികം ചേർക്കാറില്ല കേട്ടോ. ഇതിൻ്റെ ചുവട് വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ആയിട്ട് പൂവുണ്ടായി നിൽക്കണതിൻ്റെ ചുവട് തന്നെ നമുക്കൊന്ന് കാണാം. വേറെ വല്ലതും ചേർത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ, വേറെ ഒന്നുമില്ല, മണൽ മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് കൊണ്ട് വളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നത് മാത്രം. അത്ര നല്ല വളമായതുകൊണ്ട് ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് മൊത്തം കാണിച്ചു തരേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ. അതാണൊന്ന് ഇതുണ്ടോ നിറച്ച് പൂണ്ടാക്കുന്ന ചെടിയുടെ ചുവടാണ് ഞാൻ കാണിച്ചത്. ഉണ്ടോ, ഇത് ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ആ വളം മാത്രമല്ല, നമ്മുടെ
ചാരം വാരിക്കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. കണ്ടോ? അതുപോലെ തന്നെ പാവയ്ക്ക. ഇത് കണ്ടോ? വേറെ ഒരു വളമില്ല. ചെറിയൊരു അടുക്കളത്തോട്ടത്തിന് ഇത്രയൊക്കെ ഉണ്ടായാൽ പോരെ? ഇത് കൂടുതലുണ്ടാവണോ? നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രമുള്ളത് പോരെ? ഉണ്ടോ? ഇനിയുണ്ട്. ഇത് കൂടാതെ ഇനിയുണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഇവിടെ തന്നെ ചെറിയൊരു ബന്ദി, ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെ കേട്ടോ. ഉണ്ടോ? ഇത് വേറെ ഭാഗത്ത് വെച്ചേക്കുന്നതാണ്. കണ്ടോ? നിങ്ങൾ നോക്കിയേ, ഇത് പോരെ അടുക്കളത്തോട്ടത്തിന്? ഇത് നിറച്ചുണ്ട്. ഇത്രയും വലിപ്പം പോരെ? മൊത്തം കാണാമെന്ന് എനിക്കറിയത്തില്ല. കണ്ടോ? ഇത് തക്കാളി തന്നെയാണ് നിറച്ചുണ്ടായി കിടക്കുന്നത് കേട്ടോ. നോക്കി, ആ വളം മാത്രം ഒഴിച്ച് വളർത്തുന്നതാണ്. കണ്ടോ? ഇതിലുണ്ടാക്കി കിടക്കുന്ന തക്കാളിയും കൂടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം കാണിച്ച തക്കാളി അല്ല ഇത്. ഇത് ഞാനിപ്പോൾ താഴെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന തക്കാളിയാണ്. കണ്ടോ? നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലല്ലോ നമ്മളിത് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളീ പറഞ്ഞ കൂട്ടുള്ള കഞ്ഞോളും ചപ്പുചവറുകളും അതൊക്കെ തന്നെ ധാരാളം. മടി മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കോ, ഏത് കാര്യവും നമുക്ക് വിജയിക്കും. അതെനിക്ക് അനുഭവമുള്ള കാര്യമാണ്. എന്ത് കാര്യമായാലും കുറച്ച് ചെയ്തിട്ട് അയ്യോ ഇന്ന് മടിയാ, എനിക്കൊന്നും നോക്കാൻ പറ്റത്തില്ല, അല്ല സമയമില്ല, അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വിജയിക്കാൻ വഴിയില്ല. നമ്മൾ ഇന്ന് ഇറങ്ങിയ കൂട്ട് തന്നെ നാളെ ഇറങ്ങണം. 5 മിനിറ്റോ 10 മിനിറ്റോ, ഏറ്റവും കൂടി പോയാൽ 15 മിനിറ്റോ മതി. വേറെ ഒട്ടും കൂടുതൽ വേണ്ട. ആ സമയമുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം, പച്ചക്കറിത്തോട്ടം അല്ല അടുക്കളത്തോട്ടം, നമുക്ക് നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറിത്തോട്ടം, അടുക്കളത്തോട്ടം ഉണ്ടാക്കിയെടുക്കാം. ഞാനും എനിക്കും ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നുള്ള സമയത്താണ്, ഫ്രീ കിട്ടുന്ന സമയമൊക്കെയാണ് ഞാനും ഇതിന് ഇറങ്ങുന്നത്. വേറൊന്നുമല്ല കേട്ടോ, ഞാനൊരു ആശാ വർക്കറാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ട് ഇതുപോലെ ശരിയാക്കുന്നത്. നമുക്കൊരു 10 മിനിറ്റ് ഡെയിലി സമയം കിട്ടി, എന്ത് ജോലിയുള്ളവരാണെന്ന് പറഞ്ഞാൽ പോലും 10 മിനിറ്റ് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഈ വളമൊക്കെ മതി. നമ്മൾ പ്രത്യേകിച്ച് വളം മേടിച്ച് കാശുകളയോ ഒന്നും വേണ്ട. തക്കാളി അല്ലാതെ വേറെ സാധനം ഉണ്ടാക്കിയെടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് കുഴിച്ച് വെച്ച പച്ചമുളകിൻ്റെ തൈയാണ്. അത് ഇത്രയും പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ? അച്ചിങ്ങപ്പയർ കണ്ടോ? ഇത്രയും പോരെ നമുക്ക്? കണ്ടോ? ഇതുണ്ടാകുന്നേ ഉള്ളൂ. ചെറുതായിട്ട് പയറൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. കണ്ടോ? പയറുണ്ടാകുന്നത് ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഇത് കത്രിക്ക. എല്ലായിടത്തും എന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല. കത്രിക്ക അതും ആ വളം തന്നെയാണ് കേട്ടോ. കണ്ടോ? അത് മാത്രമല്ല, ചുവടൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. മണ്ണ് കൂട്ടി കൊടുക്കും, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് വളം ഒന്നും ഇടാറില്ല. എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളത്തോട്ടമല്ലേ, നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറിക്കുള്ള അടുക്കളത്തോട്ടം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യമില്ലാതെ വളമൊന്നും മേടിച്ച് ചേർക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനൊന്നും മേടിക്കാത്തത്. മാത്രമല്ല, അങ്ങനെ ഒന്നും ചേർക്കാതെ ഉണ്ടായ പച്ചക്കറി എല്ലാവരെയും കൂടെ കാണിച്ചു തരുമ്പോൾ അത് എല്ലാവർക്കും ഒരു സന്തോഷമല്ലേ? കാണുന്നത് തന്നെ ഒരു പ്രത്യേകത. എനിക്കങ്ങനെയായിരുന്നു കേട്ടോ. യൂട്യൂബിലൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കാതെ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു. ഇതെൻ്റെ പീച്ചിലാണ് കേട്ടോ. അപ്പുറത്ത് ചേന നിപ്പുണ്ട്. ഇത് പീച്ചിങ്ങ ഉണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇത് നിത്യവഴുതനയാണ്. കണ്ടോ? ഉണ്ടായി കിടപ്പുണ്ട്. അത്യാവശ്യം നമുക്ക് ഡെയിലി എടുക്കാനുള്ളത് കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ടോ? നിത്യവഴുതയാണ്. പടവളക്ക ഉണ്ട്. ഇതെല്ലാം വളമാണ് കേട്ടോ. പടവളക്കായും കാണിച്ചു തരാം. ഇതുണ്ട്, ഒരെണ്ണേ ഉണ്ടായിട്ടുള്ളൂ. വളഞ്ഞു കുത്തി കിടക്കുവാണ്. എൻ്റെ രീതിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം കല്ല് കെട്ടിയില്ല. അതാണ് ഇങ്ങനെ വളഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ എന്തോരം പച്ചക്കറിയെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ ഞാനും വളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയ പച്ചക്കറി തന്നെയാണ് കേട്ടോ. ഇത് പീച്ചിങ്ങ, തൊട്ടടുത്ത് കിടക്കുന്നത് പീച്ചിങ്ങയാണ്. വേറെയും ഉണ്ട് പീച്ചിങ്ങ. ഇത് കണ്ടോ? അത് നമ്മുടെ പീച്ചിങ്ങ. കണ്ടോ? അടുത്തത് ഉണ്ടായി കിടപ്പുണ്ട്. ഇതേ കൂടെ തന്നെ പടവളക്കാടെ വള്ളി ഓടിയിട്ടുണ്ട്. പീച്ചിങ്ങാടെ വള്ളി ഓടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിത്യവഴുതന. മരുന്നൊന്നും അടിക്കാതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ? മരുന്നൊന്നും ഞാൻ അടിച്ചു കൊടുക്കാറില്ല. വല്ലപ്പോഴും അങ്ങനെ ഈ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ചാരമൊക്കെ കലക്കിയിട്ട് കൊണ്ട് തളിച്ചു കൊടുക്കും.
അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. കണ്ടോ? എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ, നേരത്തെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വേണമെങ്കിൽ ചക്ക വേരയിലും കായ്ക്കുമെന്ന് പറഞ്ഞു കേട്ടെ. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. എത്ര വയ്യാത്തതാണേലും, എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു 5-10 മിനിറ്റ് ഡെയിലി നമുക്ക് മാറ്റി വെക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ചെറിയൊരു പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ചീര തയ്യ് ഞാൻ പാകി വേറെ വെച്ചിട്ട് കിളുത്ത് വരുന്നതേ ഉള്ളൂ. അത് കിളുക്കുമ്പോൾ നമുക്കൊരു ഷോർട്ടായിട്ട് ഇടാം. കിളുക്കുമെന്നറിയാം. ഈ വളം ഒഴിച്ചിട്ട് തന്നെ നമുക്ക് കിളുക്കുമെന്നറിയാം. അപ്പോൾ മനസ്സിലായില്ലേ ഈ വളം കൊണ്ട് എന്തൊക്കെ പ്രയോജനം ഉണ്ടെന്ന്? ഞാൻ ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ കാണിച്ചതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് മാത്രമാണ്. എനിക്ക് അത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഷോർട്ടിട്ട് കാണിക്കാമെന്ന് വെച്ചത്. അന്നേരം സമയമില്ലായിരുന്നു, വീഡിയോ പിടിക്കാനും സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ടിട്ട് കാണിച്ചത്. ഷോർട്ടിട്ട് കാണിച്ചപ്പോൾ ഞാൻ ഓർത്തുന്ന ഷോർട്ടിൻ്റെ കൂട്ടത്തിൽ ഈ പച്ചക്കറികളെല്ലാം കാണിച്ചേക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ വളം എടുത്തിട്ട് അപ്പുറം ഈ ഒരു തക്കാളിയും കൂടെ പിടിച്ചപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഷോർട്ടിൻ്റെ സമയം അറിയാമല്ലോ, 1 മിനിറ്റ്, അത് നിന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. പക്ഷേ അത് കണ്ടവരോർത്തേക്കുന്നത് എനിക്ക് ഒരു തക്കാളി എല്ലാത്തിലും തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, തക്കാളിയൊക്കെ വേറെയും ഉണ്ട് കേട്ടാന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ കണ്ടവരോർത്തത് ഈ ഒരു തക്കാളി ഉള്ളെന്ന്. അപ്പോൾ അത് മാറ്റി കൊടുക്കേണ്ട ഒരു ചുമതല എനിക്കല്ലേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ എല്ലാ പച്ചക്കറിയും, ചെടി വേറെയും ഉണ്ട്, ഞാൻ കുറച്ച് ചെടിയെ കാണിച്ചുള്ളൂ. അത്യാവശ്യം എന്തേ കണ്ടോ, ഇവിടെ ഉണ്ട് ചെടിയൊക്കെ കണ്ടോ. കണ്ടോ, ഇതെല്ലാം ഞാൻ ആ വളത്തിലുണ്ടാക്കുന്ന ചെടികളാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വളം കൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കൃഷി ചെയ്യാം. അടുക്കളത്തോട്ടം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിയല്ല, ചെറിയൊരു ചെറുതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചല്ലോ. എനിക്ക് വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാം എന്ന് പറയാൻ പറ്റില്ല. പച്ചമുളകൊക്കെ ഇപ്പോൾ കാശ് കൊടുത്ത് മേടിക്കുക. പച്ചമുളക് കിളുത്ത് കയറി വരുന്നതേ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ ബായ്.